ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്വാതി തിരുനാൾ എന്ന് പറയുന്ന രാജാവിനെ പറ്റിയിട്ടാണ്. കേരള ഹിസ്റ്ററി ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നമ്മൾ സ്വാതി തിരുനാൾ പഠിക്കും. പിന്നെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന എല്ലാ പോയിന്റ്സും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോകും. മിക്കവാറും ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രമായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ മുഴുവൻ ഈ പുസ്തകത്തിൽ നിന്നാണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്വാതി തിരുനാളിന്റെ കാലഘട്ടം എന്താ? 1829 മുതൽ 1847 വരെ ആയിരുന്നു. അപ്പൊ ഈ ഒരു സമയത്തെ എന്താണ് വിളിച്ചിരുന്നത്? ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ സുവർണകാലം അല്ലെ? അത് പ്രീവിയസ് ചോദ്യമാണ്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. ജനങ്ങൾ അദ്ദേഹത്തെ എന്ത് വിളിച്ചു? ഗർഭശ്രീമാൻ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ഗർഭശ്രീമാൻ എന്ന് വിളിച്ചു. ബഹുഭാഷാ പണ്ഡിതനായ മഹാവിദ്വാനായിരുന്നു അദ്ദേഹം. പ്രതിഭാശാലിയായ സംഗീതജ്ഞനും ഗാനരചയിതാവുമായിരുന്ന സ്വാതി തിരുനാൾ ഭരണം നടത്തുമ്പോൾ തിരുവിതാംകൂറിന്റെ ആസ്ഥാന സദസ്സില് സുകുമാര കലകൾക്ക് അസാധാരണമായ പ്രോത്സാഹനം ലഭിച്ചു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാതി തിരുനാളിലെ കൃതികളെ പറ്റിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ സംഗീതജ്ഞനായിരുന്നു, ഗാനരചയിതാവായിരുന്നു. ഈ സമയത്ത് തന്നെ ആസ്ഥാന സദസ്സില് ഒരുപാട് കലാകാരന്മാര് വന്നുപോയി. ഭരണ സമ്പ്രദായത്തിന്റെ ഘടനയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടായി. പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച അദ്ദേഹം നീതിന്യായ ഭരണം പരിഷ്കരിച്ചു. നമുക്ക് വേണ്ട പോയിന്റ് ഇവിടെയുണ്ട്. എന്താണ് പറഞ്ഞത്? പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാനായിട്ട് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച അദ്ദേഹം മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു. നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ഭരണം പരിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ഒരു നിയമ സംഹിത ക്രോഡീകരിച്ച് 1835 മുതൽ പ്രാബല്യത്തിൽ വരുത്തി. അടുത്ത പോയിന്റ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ഒരു നിയമ സംഹിത ക്രോഡീകരിച്ചിട്ട് 1835 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്തി. തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. അപ്പൊ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഇനി നോക്കിക്കേ, രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ രാജാവിന് നേരിട്ട് ശ്രദ്ധിക്കാൻ സൗകര്യമുണ്ടാക്കുമാറ് ഹജൂർ കച്ചേരിയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇദ്ദേഹമാണ്. എന്താണ് പറഞ്ഞത്? രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ രാജാവിന് നേരിട്ട് ശ്രദ്ധിക്കാൻ സൗകര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹജൂർ കച്ചേരിയും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ കൊല്ലത്തുണ്ടായിരുന്നത്, അതായത് അന്നത്തെ വേണാട്ടുണ്ടായിരുന്നത്, തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇദ്ദേഹമാണ്. ഇതോടെയാണ് തിരുവനന്തപുരത്തിന് എന്താണ് തിരുവിതാംകൂറിലെ തലസ്ഥാനമായിട്ട് പൂർണ്ണ അർത്ഥത്തിലേക്ക് മാറുന്നത്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ? അതുപോലെ ഓർത്തു വച്ചേക്കാം, 1834 തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. 1834 തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ഇദ്ദേഹമാണ്. 34 36 അത് രാജാസ് ഫ്രീ സ്കൂളായി മാറി. അപ്പൊ അവിടെ ഒരു ചോദ്യമാണ്, തിരുവനന്തപുരത്ത് രാജാ ഫ്രീ സ്കൂൾ ആരംഭിച്ച രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. ഇനി അതിന്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. 2 വർഷം നോക്കുക, 1834 പിന്നെ 1836 എന്താണ്? 1836 ഇതിന്റെ പേര് രാജാസ് ഫ്രീ സ്കൂൾ ആയിട്ട് മാറുന്നത്. അപ്പൊ ആ 2 പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. 1834 ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. 1836 ഇത് രാജാസ് ഫ്രീ സ്കൂൾ ആയിട്ട് മാറുന്നത്. അപ്പൊ 2 ചോദ്യത്തിന്റെ ആൻസർ ഒന്നാണ്. രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? അതുപോലെ ഇത് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളാണ്. 2 സ്ഥാപിച്ചത് ആര് തന്നെ? സ്വാതി തിരുനാൾ. ഈ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കി അയക്കാൻ അതേ കാലത്ത് ഡിസ്ട്രിക്ട് സ്കൂളുകളും സ്ഥാപിക്കപ്പെട്ടു. 1836 തിരുവനന്തപുരത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് തുറന്നു. തലസ്ഥാന നഗരിയിൽ ഒരു ധർമ്മ ആശുപത്രിയും രൂപം കൊണ്ടു. 1836 എന്താണ് അടുത്ത പോയിന്റ്? നക്ഷത്ര ബംഗ്ലാവ് തുറക്കുന്നത് തിരുവനന്തപുരത്ത് ഇദ്ദേഹമാണ്. തലസ്ഥാന നഗരിയില് ഒരു ധർമാശുപത്രിയും രൂപം കൊള്ളുകയും ചെയ്തു. ജനോപയോഗപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് സ്ഥാപിതമായി. നഞ്ചിനാട്ടെ ജലസേചന സൗകര്യങ്ങൾ നോക്കാൻ ഒരു ജലസേചന മരാമത്ത് വകുപ്പും ഏർപ്പെടുത്തപ്പെട്ടു. പിൻകാലത്ത് ഗവൺമെന്റ് പ്രസ്, കാഴ്ച ബംഗ്ലാവ്, സൂ എന്നീ തിരുവനന്തപുരത്തെ മറ്റു പല സ്ഥാപനങ്ങളും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. അപ്പൊ സൂ ഒക്കെ തുടങ്ങി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. സ്വാതി തിരുനാൾ 165 തരം ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കി വാണിജ്യത്തെയും പ്രോത്സാഹിപ്പിച്ചു. ചുങ്കങ്ങൾ, ഒരുപാട് ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കിയിട്ട്
വാണിജ്യത്തെ പ്രോത്സാഹിപ്പിച്ചു. തഹസീൽദാർമാരുടെയും സഹായത്തോടുകൂടി 1836 തിരുവിതാംകൂറിലെടുത്ത കാനേഷുമാരി കണക്ക് തിരുവിതാംകൂറിലെ സ്വാതി തിരുനാളിന്റെ ഭരണകാലത്തുണ്ടായ വലിയ നേട്ടമാണ്. പ്രീവിയസ് ചോദ്യമാണ്. 1836 തിരുവിതാംകൂറിലെടുത്ത കാനേഷുമാരി കണക്ക്, നമ്മുടെ സെൻസസ്, അത് ഇദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ നേട്ടമാണ്. ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്? അന്നത്തെ തഹസീൽദാർമാരുടെ. നിലം പുരയിടങ്ങളെല്ലാം അളന്നു തിട്ടപ്പെടുത്താനും തെങ്ങുകളിൽ നിന്നും മറ്റു ബലവൃക്ഷങ്ങളിൽ നിന്നുള്ള ആദായത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണ്ണയിക്കാനുമായിട്ട് 1837 അദ്ദേഹം ഒരു റവന്യൂ സർവേ ആരംഭിച്ചു. ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. 1837 ഒരു റവന്യൂ സർവേ ആരംഭിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? നിലത്തിന്റെ പുരയിടങ്ങളെല്ലാം അളന്ന് തിട്ടപ്പെടുത്താനും തെങ്ങുകളിൽ നിന്നും മറ്റു ഫലവൃക്ഷങ്ങളിൽ നിന്നുള്ള ആദായത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണ്ണയിക്കാനുമായിട്ട്. പുരോഗമന പരിപാടികൾ ഉൾക്കൊള്ളുന്ന ഭരണത്തിന്റെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും കാലമായിരുന്നു സ്വാതി തിരുനാളിന്റെ. അപ്പൊ നമുക്ക് വേണ്ട പോയിന്റ്സ് മൊത്തം ഇവിടെയുണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ട് PS ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്സ് ഞാൻ ഓടിച്ചിട്ടൊന്ന് പറയാം. കാലഘട്ടം 1829 1846 1813 ഇദ്ദേഹം ജനിച്ചത് അല്ലെ. 1813 ഇദ്ദേഹം ജനിച്ചത്. തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ എന്തെന്നറിയപ്പെടുന്നു? സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമാണ്. ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നതും ഒരു പേരൂടെ ഉണ്ടല്ലോ, ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. യഥാർത്ഥ പേരെന്താ? സ്വാതി തിരുനാളിന്റെ രാമവർമ്മ എന്നാണ് കേട്ടോ. രാമവർമ്മ എന്നാണ്. 1834 ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. 1836 ഇതിന്റെ പേരെന്തായിട്ട് മാറി? രാജ ഫ്രീ സ്കൂൾ എന്ന് പറയുന്ന പേരിലേക്ക് മാറി. അതുപോലെ ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് പറയുന്ന ശിക്ഷാ സമ്പ്രദായത്തിന് അവസാനം കുറിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതുപോലെ സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന രാജാവായിരുന്നു നമ്മുടെ സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അതുപോലെ സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച രാജാവായിരുന്നു ഇദ്ദേഹം. ആദ്യത്തെ സെൻസസ് എന്നാണ്? കാനേഷുമാരി 1836 ആരംഭിച്ച രാജാവാണ് ഇദ്ദേഹം. അതുപോലെ വാന നിരീക്ഷണ കേന്ദ്രം 1837 വാന നിരീക്ഷണ കേന്ദ്രം, ഇപ്പൊ ഉള്ളതൊക്കെ തന്നെ വാന നിരീക്ഷണ കേന്ദ്രമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ കാഴ്ച ബംഗ്ലാവ് സ്റ്റാർട്ട് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. സൂ സ്റ്റാർട്ട് ചെയ്തത് ഇദ്ദേഹം തന്നെയാണ്. അതുപോലെ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയത്. അതൊരു എക്സ്ട്രാ ഫാക്ട് ആണ്. ഇംഗ്ലീഷില് മലയാളം കലണ്ടർ 1839 1839 ഇറക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. പിന്നെ ഈ പറഞ്ഞതുകൂട്ട് തന്നെ നമ്മുടെ കുതിരമാളിക, നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ സൈഡിലുള്ള കുതിരമാളിക, സിവിൽ ഹോസ്പിറ്റല്, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ് നമ്മളിപ്പോ പറഞ്ഞു. അതുപോലെ ഗവൺമെന്റ് പ്രസ്, സൂവ്, നക്ഷത്ര ബംഗ്ലാവ് എന്നിവ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1837 നക്ഷത്ര ബംഗ്ലാവ് എവിടെ സ്ഥാപിക്കുന്നത്? തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത്. സ്വാതി തിരുനാളിന്റെ സമയത്ത് ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണെന്ന് ചോദിക്കാം. കല്ലൻ സായിപ്പ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന പ്രധാനപ്പെട്ട സ്വാതി തിരുനാളിന്റെ കൃതികൾ നമ്മൾ ഒരുപാട് പാട്ടൊക്കെ കേട്ട് വരുന്നതാണ്. ഭക്തമഞ്ജരി, പത്മനാഭ ശതകം തുടങ്ങിയവയൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. പിന്നീട് നമുക്കറിയാം ഷഡ്കാല ഗോവിന്ദമാരാര്, അതുപോലെ മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായിട്ടുള്ള വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ തുടങ്ങിയവരൊക്കെ ഇദ്ദേഹത്തിന്റെ സംഗീതജ്ഞരുടെ സദസ്സിലേക്ക് വന്ന പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു. ഓക്കെ ആണല്ലോ. ഇപ്പൊ ജലസേചന വകുപ്പ് ആരംഭിച്ചത്, നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ഒക്കെ ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാളാണ്. ഇത് ഇത്രയൊക്കെയാണ് സ്ഥിരമായിട്ട് PSC കൂടെ ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊന്നും സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. സ്വാതി തിരുനാളിനെ പറ്റിയിട്ട് ഇതിനപ്പുറത്തോട് ചോദ്യം വരില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വരുവാണെങ്കിൽ തന്നെ ഇതേ വരും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.